നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമെന്ന രമേശ് ചെന്നിത്തലയുടെ മൊഴിയിൽ അന്വേഷണം തുടങ്ങി SIT. വിദേശ വ്യവസായിയിൽ നിന്ന് വിവരങ്ങൾ തേടി സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷയിൽ വിജിലൻസ് കോടതിയുടെ നിർണായക ഉത്തരവ് 19-ന്. OTA KTA എന്ന പാരഡി ഗാനത്തിനെതിരായ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് പോലീസ്. തങ്ങളെ ന്യായീകരിക്കുന്നത് CPMന്റെ ഇരട്ടത്താപ്പെന്ന് പരാതിക്കാരായ തിരുവാഭരണ സംരക്ഷണ സമിതി. വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കാടുകയറിയതായി വനം വകുപ്പിന്റെ സ്ഥിരീകരണം. കടുവയുടെ കാൽപ്പാടുകൾ കണ്ട പുളിക്കൽ വയലിൽ പരിശോധന നടത്തി RRT സംഘം. പീച്ചി ആനവാരിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം. പ്രദേശത്തെ കൃഷി നശിപ്പിച്ചു. ഇന്ത്യ എത്യോപ്യ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യ എത്യോപ്യൻ സന്ദർശനത്തിൽ എത്തിയ പ്രധാനമന്ത്രിയെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ച രാജ്യം. ഇന്ന് ഒമാനിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഒമാൻ സാമ്പത്തിക കരാറിൽ ഒപ്പുവച്ചേക്കും. KTU-VC-ആയി സിസ തോമസ് ചുമതലയേറ്റു. സർക്കാരുമായി സഹകരിച്ചു മുന്നോട്ടു പോകുമെന്നും മുൻപുണ്ടായ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്നും സിസ തോമസ്. VC-മാരുടെ നിയമനകാര്യം സുപ്രീം കോടതിയെ ധരിപ്പിക്കും. കേസ് പരിഗണിക്കുന്നത് നാളെ. നാഷണൽ ഹെറാൾഡ് കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. കോടതി ഉത്തരവ് പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കുമേറ്റ തിരിച്ചടിയെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. ED ഇനിയും നടപടിയുമായി മുന്നോട്ടു പോയാൽ ശക്തമായി പോരാടുമെന്ന് KC വേണുഗോപാൽ. പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച് കോൺഗ്രസ് MP-മാർ. തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ലാലി ജെയിംസിന്റെ പേര് സജീവ പരിഗണനയിൽ. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് A പ്രസാദിന് വേണ്ടി പിടിമുറുക്കി രമേശ് ചെന്നിത്തല. സുബി ബാബുവിന്റെ പേരും പരിഗണനയിൽ. കൊച്ചിയിൽ മേയർ സ്ഥാനത്തിനായി കരുനീക്കം ശക്തം. ദീപ്തി മേരി വർഗീസിന് ബദലായി മറ്റു പേരുകളും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 4ാം T20 ഇന്ന് ലക്നൌവിൽ. പരമ്പരയിൽ 2-1 ഇന്ത്യ മുന്നിൽ. ബാറ്റിംഗിൽ നായകൻ സൂര്യകുമാർ യാദവിന്റെയും ഗില്ലിന്റെയും ഫോം ഔട്ട് തിരിച്ചടി. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമാണെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച് SIT. രമേശ് ചെന്നിത്തല നൽകിയ രേഖകളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ വിദേശ വ്യവസായിയിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടി. 500 കോടിയിലേറെ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഗുരുതരമായ ആരോപണമായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരുന്നത്. അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്നും വിദേശ വ്യവസായിയിൽ നിന്നും തനിക്ക് ചില രേഖകൾ ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് ചെന്നിത്തലയുടെ വാദം. തുടർന്ന് രേഖകളും വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറുകയും മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT അന്വേഷണം ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് വിദേശ വ്യവസായിയിൽ നിന്നും SIT വിവരങ്ങൾ തേടിയത്. അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് ഫോണിലൂടെ മുഴുവൻ വിവരങ്ങളും അന്വേഷിച്ചറിഞ്ഞത്. ഈ വിവരങ്ങളുടെ ആധികാരികത കണ്ടെത്തിയ ശേഷം വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് SIT കടക്കും. രമേശ് ചെന്നിത്തല പറഞ്ഞ വിവരങ്ങൾ പൂർണ്ണമായും ശരിവയ്ക്കുന്ന രീതിയിൽ വ്യവസായിയിൽ നിന്നും വിവരങ്ങൾ ലഭ്യമായതായാണ് സൂചന. 500 കോടിയിലേറെ സാമ്പത്തിക ഇടപാട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷയിൽ വിജിലൻസ് കോടതിയുടെ നിർണായക ഉത്തരവ് 19-ന്. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് വാദം പൂർത്തിയായി. SIT എതിർപ്പ് രേഖാമൂലം അറിയിച്ചു. EDക്ക് രേഖകൾ കൈമാറിയാൽ SIT അന്വേഷണത്തെ ബാധിക്കുമെന്ന നിലപാട് പ്രോസിക്യൂഷൻ ആവർത്തിച്ചു. യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കില്ല എന്നും SIT വാദിച്ചു. രേഖകൾ കൈമാറുന്നതിൽ ആദ്യഘട്ടം മുതൽക്കേ പ്രത്യേക അന്വേഷണ സംഘം എതിർപ്പ് അറിയിച്ചിരുന്നു. ED അന്വേഷണം എങ്ങനെ SITയെ ബാധിക്കുമെന്ന് ED അഭിഭാഷകൻ ചോദിച്ചു. കള്ളപ്പണ ഇടപാട് ഉണ്ടെന്നും ഹൈക്കോടതി അനുമതിയോടെയാണ് അന്വേഷണമെന്നും ED കോടതിയിൽ വ്യക്തമാക്കി. ഇരുവാദവും കേട്ട കോടതി രേഖകൾ കൈമാറുന്നത് സംബന്ധിച്ച് ഈ മാസം 19-ന് ഉത്തരവിറക്കും.
തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറെ പ്രചാരം നേടിയ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ഉടലെടുക്കുന്നു. വിശ്വാസികളെ വ്രണപ്പെടുത്തിയെന്നും കേസെടുക്കണമെന്നും CPM ആവശ്യപ്പെടുന്നു. എന്നാൽ സമാന വിഷയത്തിൽ എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് ഉയർത്തിക്കാട്ടുന്ന CPMന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുറത്തുവന്നതെന്ന് കോൺഗ്രസ് വിമർശിക്കുന്നു. അതേസമയം ഗാനത്തിനെതിരെ തിരുവാഭരണപാത സംരക്ഷണ സമിതി നൽകിയ പരാതി DGP ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കൈമാറി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിനും UDFന്റെ തിളക്കമാർന്ന വിജയത്തിനും പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണ്. ഈ വിഷയം ആസ്പദമാക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിപ്പിച്ച പാരഡി ഗാനമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. വിശ്വാസികൾ നെഞ്ചിലേറ്റുന്ന അയ്യപ്പ ഭക്തി ഗാനത്തെ മോശപ്പെട്ട വരികളിലൂടെ ആലപിച്ച് ഭക്തരുടെ വികാരത്തെയും വ്രണപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. തിരുവാഭരണപാത സംരക്ഷണ സമിതി നൽകിയ പരാതി DGP ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കൈമാറി. ADGP പത്തനംതിട്ട പോലീസിന് പരാതി കൈമാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം പാരഡി ഗാനം വലിയ രീതിയിൽ ഏറ്റെടുത്ത UDF MPമാർ പാർലമെന്റ് മുന്നിൽ അടക്കം ആലപിക്കുകയും ചെയ്തിരുന്നു. ഇതുൾപ്പെടെ പരാതിക്കാരന് ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തങ്ങൾക്കെതിരെ പ്രചാരണായുധമായി ഉപയോഗിച്ച പാരഡി ഗാനത്തിനെതിരെ CPM ശക്തമായി രംഗത്ത് വരികയാണ്. കേസെടുക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന ഗാനങ്ങളും ശരണമന്ത്രങ്ങൾ നിറച്ച മുദ്രാവാക്യങ്ങളുമാണ് UDF പ്രചരണത്തിന് ഉപയോഗിച്ചതെന്ന് റഹീം MP കുറ്റപ്പെടുത്തിയിരുന്നു. UDF MPമാർക്ക് പാർലമെന്റിൽ പാരഡി ഗാനം ആലപിക്കാനാണ് സമയമെന്ന് മന്ത്രി MB രാജേഷും പരിഹസിച്ചു. അതേസമയം CPM നിലപാടിനെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു. മുൻപ് സമാന രീതിയിൽ മാണിക്യമലരെ എന്ന സിനിമാ ഗാനം പ്രവാചക നിന്ദയാണെന്ന പരാതി വന്നപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ മതവികാരമുണർത്തി എന്നാരോപിച്ച് ഒരു പാരഡി ഗാനത്തിനെതിരെ രംഗത്ത് വരുന്നത് CPMന്റെ ഇരട്ടത്താപ്പെന്ന് കോൺഗ്രസ് പരിഹസിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സമാന വിഷയങ്ങളിൽ എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് പറയുന്ന CPM പാരഡി വിഷയത്തിൽ ഇടപെടുന്നത് ഇരട്ടത്താപ്പാണെന്ന് പരാതിക്കാരനായ തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല അമൃത ന്യൂസിനോട് പറഞ്ഞു. നമ്മള് പാരഡി ഗാനത്തിനെതിരായിട്ടൊന്നുള്ളതല്ല, അതിനായിട്ടെതിരായിട്ടുള്ളൊരു പരാതി നമ്മൾ അങ്ങനെയല്ല കൊടുത്തേക്കുന്നത്. കാരണം അത് അയ്യപ്പനെ വെച്ചുണ്ടാക്കിയ പാട്ട്, അയ്യപ്പന്റെ പേരും ശാസ്താവെന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ് ആ പരാതി കൊടുത്തത്. അതുകൊണ്ട് പാരഡി ഗാനത്തെ നമ്മൾ എതിർക്കുന്നില്ല. അത് ആർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ചെയ്യട്ടെ. ഇതിനകത്ത് അത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. മിനിഞ്ഞാന്ന് പാർലമെന്റിൽ ഉണ്ടായ സമയം തൊട്ടേ നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഇന്നലെ രാവിലെ 11:30ക്കാണ് നമ്മൾ ആദ്യം മീഡിയയ്ക്കാണ് ഇത് പരാതി അയച്ചിട്ട് ഞാൻ ആദ്യം മീഡിയയുടെ ഗ്രൂപ്പിലാണ് ഇട്ടത് ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അതിനുശേഷമാണ് മീഡിയക്കാർ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ CPM ഇതിനകത്ത് ചാടി വീണിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞത്. ഏത് രാഷ്ട്രീയ പാർട്ടി അതേ കയറി പിടിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് എന്തെങ്കിലും അതിനകത്ത് ലാഭം കാണുമെന്നാണ് ഞാൻ ആ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്നെ വെച്ചിട്ട് അതിനകത്ത് ലാഭം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിനോടൊപ്പം പോകാനും ആഗ്രഹിക്കുന്നില്ല, അതിനോടൊപ്പം അഭിപ്രായം പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വയനാട് പനമരം ചിക്കലൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കാടുകയറിയെന്ന് സ്ഥിരീകരിച്ച് വനംവകുപ്പ്. പാതിരി വനമേഖലയിലേക്ക് കടുവ കയറി എന്നാണ് സ്ഥിരീകരണം. വിവരങ്ങളുമായി രതീഷ് ചേരുകയാണ്. രതീഷ്, പനമരം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കാടുകയറിയോ? എന്താണ് വനംവകുപ്പ് പറയുന്നത്? ഏതായാലും ആശ്വാസകരമാകുകയാണ്. വനംവകുപ്പ് 3 ദിവസമായി ഈ പനമരം മേഖലയിൽ കല്ലൂർ മേഖലയിലേക്ക് ഇറങ്ങിയ ജനവാസ മേഖലയിൽ സംഭടിച്ച കടുവ ഏതായാലും വനത്തിലേക്ക് കാട് കയറി എന്നൊരു നിഗമനത്തിലേക്ക് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയാണ്. ഇന്ന് രാവിലെ പുളിക്കൽ ഭാഗത്തായിരുന്നു കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത്. ഇതിനെ തുടർന്ന് പിന്നീട് പരിശോധനകൾ നടത്തി RRT സംഘം പരിശോധന നടത്തി. അതായത് ഇപ്പോൾ നീർവാരം മേഖലയിലേക്ക്, അതായത് വനമേഖലയിലേക്ക് കടുവ കയറിയതായി വനംവകുപ്പ് സ്ഥിരീകരിക്കുകയാണ്. ഏതായാലും 3 ദിവസമായി ഈ മേഖലയിൽ തന്നെയായിരുന്നു, ജനവാസ മേഖലയിൽ തന്നെയായിരുന്നു കടുവ ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വനംവകുപ്പ് സ്ഥിരീകരിക്കുകയാണ് കടുവ കാട് കയറി. ഏതായാലും 5 വയസ്സുള്ള ആൺകടുവയാണ് 3 ദിവസമായി ചീക്കല്ലൂർ അതോടൊപ്പം പനമരം കണിയാമ്പറ്റ മേഖലയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ഏതായാലും ഇത്തരത്തിൽ 3 ദിവസമായി കടുവയെ കാട് കയറ്റാനുള്ള ഒരു ശ്രമം വനംവകുപ്പ് ഊർജിതമായി നടത്തി വരികയായിരുന്നു. ഇന്ന് രാവിലെ ഇത്തരത്തിൽ പുളിക്കൽ മേഖലയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു. ഇത് പിന്തുടർന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നത്. കടുവ നിലവിൽ പാതിരി സെക്ഷൻ വനമേഖലയിലേക്ക് കയറിയിട്ടുണ്ട്. ഏതായാലും ഇനി ഇവിടെ പരിശോധനകൾ, അതായത് RRT സംഘത്തെ നിയോഗിക്കും. ഏതായാലും തിരിച്ച കടുവ വരികയാണെങ്കിൽ വീണ്ടും ഈ വനത്തിലേക്ക് തന്നെ തുരത്താനുള്ള നടപടിയുമായി വനംവകുപ്പ് തുടരുമെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. രതീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.
തൃശൂർ പീച്ചി ആനവാരിയിൽ കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പ്രദേശത്തെ കൃഷി നശിപ്പിച്ചു. പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ നീന്തിക്കടന്നാണ് പ്രദേശത്തേക്ക് ആന എത്തിയത്. കുതിരാനിൽ ശല്യമുണ്ടാക്കിയ കാട്ടുകൊമ്പനാണ് സ്ഥലത്ത് എത്തിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് പ്രദേശത്ത് ആന എത്തിയത്. നാഷണൽ ഹെറാൾഡ് കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. റൌസ് അവന്യൂ കോടതി ഉത്തരവ് പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കുമേറ്റ തിരിച്ചടിയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. മോദിയും അമിത്ഷായും രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നടപടിയുമായി ED ഇനിയും മുന്നോട്ടു പോയാൽ ശക്തമായി നേരിടുമെന്ന് KC വേണുഗോപാലും പറഞ്ഞു. പാർലമെന്റിന് പുറത്ത് കോൺഗ്രസ് MPമാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിനെതിരെ BJPയും സംഘപരിവാർ സംഘടനകളും ഗുരുതരമായി ഉന്നയിക്കുന്ന ആരോപണമാണ് നാഷണൽ ഹെറാൾഡ് കേസ്. കേസിൽ സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമായിരുന്നു. സാം പിത്രോഡ, ഓസ്കാർ ഫെർണാണ്ടസ്, മോത്തിലാൽ വോറ, സുമൻ ദുബൈ എന്നിവരായിരുന്നു മറ്റു പ്രതികൾ. കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രം ഇന്നലെയാണ് ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി തള്ളിയത്. സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കുറ്റപത്രം നിലനിൽക്കില്ല എന്നും കോടതി പറഞ്ഞിരുന്നു. കോടതിയുടെ ഈ നിലപാട് ആയുധമാക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. കേസ് പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെക്കുന്നുവെന്നും കോടതി ഉത്തരവ് മോദിയുടെയും അമിത്ഷായുടെയും മുഖത്തേറ്റ അടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏഴ് വർഷമായി കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കേസാണെന്നും ഒരു പൈസയുടെ അഴിമതി നടന്നിട്ടില്ല എന്നും AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ED നടപടി ഇനിയും തുടർന്നാൽ പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകന് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള BJP നേതാക്കന്മാർ ആക്രമിക്കുന്ന ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ്. ഇത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ CBI അന്വേഷിച്ച് കേസില്ല എന്ന് പറഞ്ഞ കേസാണ്. വിഷയമുന്നയിച്ച് പാർലമെന്റിന് പുറത്ത് കോൺഗ്രസ് MPമാർ പ്രതിഷേധവും സംഘടിപ്പിച്ചു. മോദി സർക്കാർ മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ തോതിൽ വേട്ടയാടിയ കേസിൽ കോടതി ഇടപെടൽ ഉണ്ടായത് വലിയ ആശ്വാസമാണ് കോൺഗ്രസിന് നൽകിയിട്ടുള്ളത്. അതേസമയം ഡൽഹി പോലീസ് എടുത്തിട്ടുള്ള കേസിൽ ഇടപെട്ട് വിഷയം സജീവമാക്കി നിർത്താനായിരിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇന്ത്യ എത്യോപ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും എത്യോപ്യയും എല്ലാ കാലവും മികച്ച ബന്ധമാണ് പുലർത്തിയിട്ടുള്ളത്. എത്യോപ്യയിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഇന്ത്യൻ കമ്പനികളും ഉൾപ്പെടുന്നു. വിവിധ മേഖലകളിലായി $5 ബില്യൺ നിക്ഷേപിക്കുകയും 75,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആദ്യ എത്യോപ്യൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രിയെ പരമോന്നത ബഹുമതി നൽകിയാണ് എത്യോപ്യൻ സർക്കാർ ആദരിച്ചത്. അതേസമയം ഇന്ന് ഒമാനിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഒമാൻ സാമ്പത്തിക കരാറിൽ ഒപ്പുവച്ചേക്കും. A wreath at the Adwa Victory Monument. This monument is a timeless reminder of how Ethiopia's victory inspired the entire colonized world in its quest for dignity and freedom. And in these times of conflict and uncertainty, it is a reminder that the people of the global south can stand. തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ലാലി ജെയിംസിന്റെ പേര് സജീവ പരിഗണനയിലാണ്. ഡെപ്യൂട്ടി മേയറായി A. പ്രസാദിന്റെ പേരാണ് പരിഗണിക്കുന്നത്. KPCC സെക്രട്ടറി കൂടിയായ A. പ്രസാദിന് വേണ്ടി പിടിമുറുക്കിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. മുൻ ഡെപ്യൂട്ടി മേയർ സുബി ബാബുവിന്റെ പേരും പരിഗണനയിലുണ്ട്. ഈ മാസം 26-നാണ് ഇരു സ്ഥാനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് ഏതായാലും ലാലി ജെയിംസ് തന്നെയായിരിക്കും. അതിൽ വലിയ തർക്കങ്ങളുള്ളതായി തോന്നുന്നില്ല. പക്ഷേ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് തർക്കം നിലനിൽക്കുന്നുണ്ട്. A. പ്രസാദുണ്ട്, അതുപോലെ തന്നെ സുബി ബാബുവുണ്ട്. ആർക്കാണ് സാധ്യത?
മായ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ പ്രസാദിനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണ്. കാരണം എ പ്രസാദിന്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇടപെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എ പ്രസാദിനാണ് മുൻഗണന. ഒപ്പം ഈ നേരത്തെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മുൻ ഡെപ്യൂട്ടി മേയർ ആയിരുന്ന സുബി ബാബുവിന്റെ പേര് കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ പോലും എ പ്രസാദിനാണ് മുൻതൂക്കം ഉണ്ടാവുക. കാരണം അദ്ദേഹം KPCC സെക്രട്ടറി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അടക്കം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല നേതൃത്വത്തിനും അദ്ദേഹത്തെ പൂർണ്ണ തൃപ്തിയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത എ പ്രസാദിനാണ്. എന്നിരുന്നാൽ പോലും അവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ട്. അത് അവസാന ഘട്ടത്തിൽ മാത്രമേ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നു. മുൻനിരയിലുള്ള പേരുകളിൽ എ പ്രസാദ് തന്നെയാണ്. അതിനുശേഷമാണ് ഈ സുബിയുടെ പേര് പരിഗണിക്കുന്നത്. പ്രധാനമായും ഈ മേയർ അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. ഈ മേയർ സ്ഥാനത്തേക്ക് ലാരി ജെയിംസിന്റെ പേര് കുറേ ദിവസങ്ങളായി ഉയർന്നു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത്തരത്തിൽ ലാരി ജെയിംസ് തന്നെ ആയിരിക്കും മേയർ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഏകദേശ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് പൂർണ്ണ പിന്തുണയാണ് ഈ സംസ്ഥാന നേതൃത്വമാണെങ്കിലും ജില്ലാ നേതൃത്വമാണെങ്കിലും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്താണ് ഇപ്പോൾ ചെറിയൊരു ആശയക്കുഴപ്പമുള്ളത്. പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ പ്രസാദ് തന്നെയായിരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ്. കാരണം ഈ രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കന്മാരെല്ലാം തന്നെ പൂർണ്ണ തൃപ്തി അറിയിച്ചതുകൊണ്ട് തന്നെ ഈ ജില്ലാ നേതൃത്വവും അത്തരത്തിലുള്ള തൃപ്തി അറിയിച്ചതുകൊണ്ട് തന്നെ എ പ്രസാദിനാണ് കൂടുതൽ സാധ്യത. 26-ാം തീയതിയാണ് ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് വരുന്നത്. അതിന് മുൻപായി തന്നെ കൃത്യമായി ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് മേയർ സ്ഥാനാർത്ഥിയാണെങ്കിലും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാണെങ്കിലും കോൺഗ്രസിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മുൻനിരയിൽ നിർത്താൻ കഴിവുള്ള ആളുകളെ ആയിരിക്കും നിർത്തുക എന്ന് DCC പ്രസിഡന്റ് അടക്കം പറഞ്ഞിരുന്നു. അത് നേതൃത്വമായി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പാർലമെന്ററി പാർട്ടി യോഗമടക്കം അതിനുശേഷം ഒക്കെ ഇത്തരത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ മനസ്സിലാക്കുന്നത് എ പ്രസാദിന് തന്നെയാണ് മുൻതൂക്കം എന്നാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിൽ വ്യക്തത വരുമായ. തിരികെ വാർത്തകളിലേക്ക്. KTU-VC ആയി സിസ തോമസ് ചുമതലയേറ്റു. സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന് സിസ തോമസ്. മുൻപുണ്ടായ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്നും അവർ പറഞ്ഞു. പഴയ കാര്യം കഴിഞ്ഞില്ലേ, ഇനിയിപ്പം അതെല്ലാം ഇന്നിപ്പം എനിക്കൊരു സ്വീകരണം കിട്ടി വരാൻ സാധിച്ചെങ്കിൽ മുന്നോട്ട് നോക്കിയാൽ പോരെ. നമ്മൾ പഴയ കാര്യങ്ങൾ ഇനി ചകഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? അതോടെ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള പോക്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകാനുള്ള ശ്രമം നടത്താം. ഇതെല്ലാവരുടെയും കൂടെ ഉള്ളൊരു സ്ഥാപനമല്ലേ ഗവൺമെന്റ്. ഇത് നിങ്ങൾ എന്തിനാണ് അതിനെ വേറെ കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് കാണുന്നത്? ഇവിടെ ഒരു സിസ തോമസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയൊന്നും അല്ല, ഗവൺമെന്റോ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. പകരം ഡിജിറ്റൽ സർവകലാശാല VC ആയി സജി ഗോപിനാഥിനെ നിയമിക്കാനും തീരുമാനമായിട്ടുണ്ട്. VC നിയമനത്തിൽ സമവായത്തിലെത്തിയതോടെ ഏറെക്കാലമായുള്ള സർക്കാർ ഗവർണർ പോരിനാണ് അവസാനമാകുന്നത്. ദേവികയുടെ റിപ്പോർട്ടിലേക്ക്. ഡിജിറ്റൽ സർവകലാശാല VC ആയി സജി ഗോപിനാഥിനെയും KTU സർവകലാശാല VC ആയി സിസ തോമസിനെയും നിയമിക്കാൻ കഴിഞ്ഞ ദിവസമാണ് ഗവർണറും സർക്കാരും തമ്മിലൊരു സമവായത്തിലെത്തിയത്. ഇതോടെ അവസാനിക്കുന്നത് കാലങ്ങൾ നീണ്ടുനിന്ന ഒരു പോരാണ്. കാരണം നമുക്കറിയാം, ഈ സർക്കാരിന് സിസ തോമസിനെ ഇത്തരത്തിൽ VC സ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ തുടക്കം മുതൽക്ക് തന്നെ താല്പര്യമില്ലായിരുന്നു. ഗവർണറിനും സർക്കാർ പറയുന്ന പേരുകൾ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഈ സ്ഥിര VC നിയമനം അനിശ്ചിതത്വത്തിലാകുന്നതും അവസാനം ഇതൊരു സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് പോകുന്നതും അവസാനം ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അധ്യക്ഷനായ സമിതിയോട് VC നിയമനത്തിനുള്ള പേരുകൾ സമർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നതും. എന്തായാലും ഈ ഒരു കേസ് ഇത്തരത്തിൽ ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ VC നിയമനത്തിൽ ഗവർണറും സർക്കാരും തമ്മിലൊരു സമവായത്തിലെത്തുന്നത്. അല്പസമയം മുമ്പ് KTU സർവകലാശാലയിലെത്തി ഡോക്ടർ സിസ തോമസ് ചുമതല ഏറ്റെടുത്തു. സിസ തോമസ് വ്യക്തമാക്കിയത് കഴിഞ്ഞുപോയ കാര്യങ്ങളിലേക്ക് പോകാൻ, അവയെപ്പറ്റി ചിന്തിക്കാൻ അല്ലെങ്കിൽ അവയിലേക്ക് നോക്കാൻ വേണ്ടി താൻ ആഗ്രഹിക്കുന്നില്ല. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഇത്തരത്തിൽ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ശ്രദ്ധ കേന്ദ്രീകരിച്ച് താൻ ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് തന്നെയാണ് സിസ തോമസ് വ്യക്തമാക്കുന്നത്. സിസ തോമസ് ഇത്തരത്തിൽ ഈ VC സ്ഥാനത്തിലേക്ക് വരുന്നതിനെതിരെ കേരള സർവകലാശാലയിലാണെങ്കിലും KTU സർവകലാശാലയുടെ കാര്യത്തിലാണെങ്കിലും വലിയ പ്രതിഷേധം, ഒരു തുറന്ന പോര് തന്നെ ഇടതനുകൂല വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടായിരുന്നു. അവരെയൊക്കെ ഈ നിയമനം എങ്ങനെ ബാധിക്കുമെന്നുള്ളത് വളരെ പ്രസക്തമാണ്. എന്തായാലും ഈ ഒരു നിയമനം കൊണ്ട്, അതായത് ഒരു സ്ഥിര VC നിയമനം ഡിജിറ്റൽ സർവകലാശാലയിലും KTU സർവകലാശാലയിലും വരുന്നതോടെ വിദ്യാർത്ഥികൾക്കാണ് അത് ആശ്വാസമാകുന്നത്. കാരണം സ്ഥിര VC നിയമനം ഇല്ലാതിരുന്നത് ഇരു സർവകലാശാലകളിലെയും വിദ്യാർത്ഥികളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു നിയമനം, ഈ ഒരു സമവായ നീക്കത്തിലൂടെ ഇതിനെല്ലാം ഒരു അവസാനമാവുകയാണ്.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥൻ ശ്രീകുമാറാണ് അറസ്റ്റിലായത്. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ചേരുകയാണ്. അൻഫിൽഡ്, ഈ 2019 സ്വർണ്ണപ്പാളി അഴിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് അന്ന് ഈ ശ്രീകുമാർ ആയിരുന്നില്ലേ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ? 2019 ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളി കൊടുക്കുന്നു. ഈ കൊടുക്കുന്ന സമയത്തും തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീകുമാർ. ആ 2019 ഭരണസമിതി ബന്ധപ്പെട്ട എല്ലാവരുടെയും അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന, അതായത് അന്നത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിരുന്ന മുഴുവൻ ഈ മുരാരി ബാബു അറസ്റ്റിലായി. എൻ വാസു, പത്മകുമാർ അടക്കമെന്ന് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിരുന്നവർ ഓരോരുത്തരായി അറസ്റ്റ് ചെയ്തു. അതിൽ അറസ്റ്റ് ചെയ്യാതിരുന്നത് 2 പേരാണ് അവശേഷിക്കുന്നത്. രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരാണ്. ഒന്ന് ശ്രീകുമാറും മറ്റൊന്ന് ജയശ്രീയുമാണ്. ഇവർ 2 പേരും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഹൈക്കോടതി ഇവർ 2 പേരുടെയും ജാമ്യാപേക്ഷ തള്ളി. ഇതേ തുടർന്നാണ് ശ്രീകുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ജയശ്രീ സുപ്രീം കോടതിയിൽ, ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അതേ തുടർന്ന് ചോദ്യം ചെയ്ത് SIT ഇന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീകുമാറിനെ. അതിനുശേഷം ചോദ്യം ചെയ്യലിനൊടുവിലാണ് ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. 2019 കാലത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു എന്നതിനപ്പുറം ഈ ശ്രീകുമാറായിരുന്നു രേഖ, അതായത് സ്വർണം കടത്തി എന്നതിനെ കുറിച്ച് ആദ്യമായി എഴുതി തയ്യാറാക്കുന്നത് ശ്രീകുമാറാണ്. ശ്രീകുമാറിൽ നിന്നാണ് ഇങ്ങനെ ഒരു കടത്ത് ഉണ്ടായിട്ടുണ്ട്, കള്ളക്കടത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും വെളിവാകുന്നത് പോലും ഇയാളുടെ ശ്രീകുമാറിന്റെ രേഖകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ശരി, അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 90,163 ഭക്തരാണ് ദർശനം നടത്തിയത്. സന്നിധാനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ട്രാക്ടർ അപകടത്തിൽ പരിക്കേറ്റവർക്ക് ദേവസ്വം ബോർഡ് അടിയന്തര ധനസഹായം നൽകി. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, സന്നിധാനത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നല്ല തിരക്ക് തന്നെയാണ് ഇന്നും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 27 ലക്ഷത്തിലധികം ഭക്തരാണ് ഈ ദിവസങ്ങളിലായിട്ട് ഈ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഇന്നലെ വരെ ശബരിമലയിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്നെ 1 ലക്ഷത്തിനടുത്ത് അയ്യപ്പന്മാർ ദർശനം നടത്തുന്നുണ്ട്. ഏതായാലും ഈ തിരക്കടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനം ഒരുക്കും എന്നുള്ളൊരു കാര്യമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ശേഷം കാനനപാത വഴി അടക്കം വരുന്ന അയ്യപ്പ ഭക്തരെ നിയന്ത്രിക്കുന്നതിൽ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം അറിയിച്ചത്. ഇത് വനം വകുപ്പുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന കാര്യം അദ്ദേഹം അറിയിക്കുകയുണ്ടായിരുന്നു. കൂടാതെ തന്നെ ശബരിമല മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് നാളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രത്യേക യോഗം ചേരും. കിരണാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ലക്നൌവിൽ നടക്കും. രാത്രി 7-നാണ് മത്സരം. ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാം. ഇന്ത്യ 2-1 മുന്നിലാണ്. ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് നിലനിൽപ്പ് പോരാട്ടമാണ്. അതേസമയം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അടക്കമുള്ള ബാറ്റർമാർ വലിയ സ്കോർ കണ്ടെത്തുന്നതിൽ തുടർച്ചയായി പരാജയപ്പെടുന്നത് ഇന്ത്യക്ക് തലവേദനയായിട്ടുണ്ട്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ.